ഉസ്താദുൽ അസാതീദായി സയ്യിദ് അവർകൾ അവിടുത്തെ സാദാത്തുക്കളുടെ മുഴുവൻ നേതൃത്വം നൽകിയ മഹാനുഭാവൻ അതാ ഈ മേഖലയിലെല്ലാം വിരാജിച്ചത് നാം ശരിക്ക് അനുഭവവേദ്യമാക്കിയ 12 കൊല്ലക്കാലത്തെ ആത്മീയമായ ഒരിടവേളയില്ലാതെ ഇപ്പോഴും നമ്മോട് നേതൃത്വം നൽകുന്ന മഹാൻ 12 കൊല്ലം മുമ്പ് വഫാത്തായി എങ്കിലും അവിടുത്തെ മഖാമിലേക്ക് ഓരോ സമയത്തും കടന്നു വരുന്ന ആളുകൾ അവിടുത്തെ ജീവിതകാലത്ത് നേരിൽ കണ്ടുകൊണ്ട് അവരുമായി സംവദിച്ചപ്പോഴുണ്ടായ അനുഭവവേദ്യമായ ചരിത്രത്തെ മുന്നിൽ വെച്ചുകൊണ്ട് അതാ മഖാമുകളിലേക്ക് കടന്നു വരുന്നുവെങ്കിൽ വളരെ വ്യക്തമായി നാം മനസ്സിലാക്കണം, ആ കിട്ടിയ പ്രാധാന്യം ഏറ്റവും വലിയ ഉന്നത പദവിയായ അഹ്ലു ബൈത്ത് എന്നതോടൊപ്പം അൽ ആലിം എന്ന മഹത്തായ പണ്ഡിത തേജസ് എന്ന നേതൃത്വം കൂടി ലഭിക്കുകയും താജുൽ ഉലമായി എന്ന സ്ഥാനപ്പേരിന് അർഹനാകുകയും ചെയ്തു. ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത്, ആ അഹ്ലു ബൈത്തിനോടുള്ള മഹബ്ബത്ത് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ ഉപകരിപ്പിക്കണം. നമുക്ക് അവരുടെ സ്നേഹം ഏറ്റവും കൂടുതൽ ഉപകരിക്കേണ്ടത് ആഖിറത്തിലാണ്. ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശഫാഅത്ത് ചെയ്ത് രക്ഷപ്പെടുത്തുമ്പോൾ ദുനിയാവിൽ അവിടുത്തെ കുടുംബത്തെ ചേർത്തു നിർത്തി സിലത്തുർ റഹ്മിന്റെ നേതൃത്വം വഹിച്ച പുന്നാർ റസൂലുള്ളാഹി തങ്ങൾ മക്കളെ മറക്കുകയില്ല, കുടുംബാദികളെ മറക്കുകയില്ല. വഴിവിട്ടൊരു ഭൗതിക സ്വത്തിന്റെയും ഉടമാവകാശം അവർക്ക് ലോകത്ത് കൊടുത്തിട്ടില്ലെങ്കിലും വഫാത്താകുന്ന സമയത്ത് അവിടുന്ന് വെച്ചുപോയ വല്ല സ്വത്തുക്കളും ഉണ്ടെങ്കിൽ അവർക്ക് അനന്തരാവകാശമായി ലഭിക്കുകയില്ല. അത് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ പൊതുസ്വത്തായി പ്രഖ്യാപിച്ചു കൊള്ളണമെന്ന് ലോകോത്തര മാതൃകയായി ലോകത്ത് പ്രഖ്യാപിച്ചു പോയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എന്ന ഖലീഫയെ സമീപിക്കുന്ന സമയത്ത് ഫാത്തിമ അങ്ങനെ പുന്നാർ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു പോകുമ്പോ അവിടുന്ന് വെച്ച സ്വത്ത് അനന്തരാവകാശത്തിന്റെ വലിയ ഉന്നതമായ മഹത്വമുള്ള ആത്മീയമായ സമ്പത്താണ്. ഭൗതിക സമ്പത്തിന്റെ വലിയ കൂടാരങ്ങളൊന്നും ഇവിടെ വെച്ചു പോയിട്ടില്ല ഫാത്തിമ എന്ന് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല പിന്നീട് സക്കാത്ത് എന്ന് പറയുന്ന സമ്പന്നരായ ആളുകൾ അവരുടെ മുതലിൽ നിന്ന് നിർബന്ധമായി മാറ്റേണ്ടുന്ന ഓഹരി അതെന്റെ കുടുംബത്തിന് കൊടുക്കണമെന്ന് റസൂലുള്ളാഹി തങ്ങൾ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ അവിടുത്തെ കുടുംബത്തിന് വന്നൊഴുകി വീഴുന്ന മലകളുടെ എണ്ണം നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയുമായിരുന്നില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ സക്കാത്തിന്റെ സ്വത്ത് കുടുംബത്തിന് കൊടുക്കാൻ പാടില്ല. അത് മുതലിന്റെ അഴുക്കായ സ്വത്താണ്, അത് ദൂരത്തേക്ക് മാറ്റേണ്ടതാണ്. അവകാശമായി കിട്ടുന്ന പാവപ്പെട്ടവൻ അത് അഴുക്കല്ല, അതവന്റെ ജീവനോപാധിയും അവന്റെ അവകാശവുമാണ് എന്ന് പ്രഖ്യാപിച്ച സാമ്പത്തിക ക്രയവിക്രയത്തിൽ ആ അവകാശം എന്റെ പൊന്നുമക്കളെ നിങ്ങൾക്ക് ആവശ്യമില്ലെന്ന് ലോകാവസാനം വരെ വരുന്ന അഹ്ലു ബൈത്തിന് ആ സ്വത്ത് ആവശ്യമില്ലെന്ന് പ്രഖ്യാപിക്കുകയും അങ്ങനെ വ്യക്തമായ സാമ്പത്തികമായ നേട്ടങ്ങൾക്ക് വേണ്ടി ചക്രവർത്തിമാരും രാജാക്കന്മാരും എന്തിനധികം പ്രധാനമന്ത്രിമാർ ജനാധിപത്യ സംവിധാനത്തിൽ പോലും അവരൊരുക്കി വെച്ചിരിക്കുന്ന സ്വത്തിന്റെ അനന്തരാവകാശത്തിന്റെ പറുദീസയിൽ ജീവിതാവസാനം വരെ അടയിരിക്കാൻ കഴിയുന്ന ആധുനിക ഭരണാധികാരികളുടെ ലോകത്ത് കടക്കട്ടെ മദീനയിലേക്ക് ഹബീബായ മുത്ത് റസൂലുള്ളാഹി തങ്ങളുടെ 1500-ാം ജന്മദിനം ആഘോഷിച്ച് 1447-ാമത് ഹിജ്റ വർഷം വന്ന ഈ പരിശുദ്ധമായ വർഷം പോലും അതാ 1.5 സഹസ്രാബ്ദത്തിനപ്പുറം അവിടത്തെ ഉന്നതമായ പ്രഖ്യാപനത്തിന്റെ സുവർണ പൊരുൾ ലോകത്ത് മനസ്സിലായിരുന്നു. ഒരു സ്വത്തും അവിടുത്തെ കുടുംബത്തിന് മാറ്റിവെച്ചില്ല. ഇനി കിട്ടാനുള്ള സ്വത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗവും അവരിലേക്ക് അടുപ്പിച്ചില്ല. ആദരവോടെ സ്നേഹത്തോടെ മഹത്വത്തോടെ നിങ്ങൾക്ക് തരുന്ന ഹദിയകൾ അത് നിങ്ങൾക്ക് സ്വീകരിക്കുന്നതിന് തടസ്സമില്ല, അത് ഞാനും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് മഹാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിച്ചു. ആ പ്രഖ്യാപനത്തെയും ഇസ്ലാമിക സമൂഹം ഉൾക്കൊണ്ടുകൊണ്ട് സാദാത്തുക്കളെ
അവരുടെ ഉന്നത നേതൃത്വമായി പരിലസിപ്പിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഇസ്സത്തോടെ നിർവഹിച്ചു കൊടുക്കുകയും ചെയ്യുന്ന പാരമ്പര്യമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാമിക സമൂഹം ഇക്കാലം അത്രയും കാഴ്ചവെച്ചിട്ടുള്ളത്. അത് കാരണം എന്താണ്? നമ്മുടെ എല്ലാമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖുൽ ലാ അസ്അലുകും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. നിങ്ങളോട് പറയട്ടെ, അതാ ഉഹദിന്റെ രണാങ്കണത്തിൽ വെച്ച് പല്ല് ഷഹീദാകുകയും ഇഞ്ചിഞ്ചായി കൊല ചെയ്യാൻ ശത്രുക്കൾ എന്നെ വളയുകയും സഹാബി പ്രമുഖരായ ആളുകൾ പോലും ആ വ്യാജ പ്രചരണം അവരടച്ചു വിട്ടപ്പോൾ നിർവീര്യമായി പോകുകയും അതാ സഹോദരിമാര് റസൂലുള്ളാഹി തങ്ങളുടെ വഫാത്ത് അല്ലെങ്കിൽ കൊല ചെയ്യപ്പെട്ടു എന്ന വാർത്ത ജൂതന്മാര് പ്രചരിപ്പിച്ചപ്പോൾ ആ കേട്ട വാർത്തയുടെ ഞെട്ടൽ കൊണ്ട് ആത്മീയമായ ആ ഒരു വലിയ നേതൃത്വത്തിന്റെ പോക്ക് അതിപ്പോൾ സഹിക്കാൻ വയ്യെന്ന നിലക്ക് നിയന്ത്രണം വിട്ടുകൊണ്ട് കരഞ്ഞുപോയ പ്രത്യേകമായ അനുഭവങ്ങൾ നമുക്കെല്ലാം അറിയാം. ആ സമയത്ത് കടന്നു വരുന്ന സഹാബി വനിത, ആ വനിത കടന്നു വരുമ്പോൾ അതാ അവര് ജനാസ കണ്ടിട്ട് ഇതാരുടെ ജനാസയാണെന്ന് ചോദിക്കുമ്പോ പിതാവിന്റെ ജനാസയാണ്. അവർ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഇൻഷാ അല്ലാഹ് സ്വർഗ്ഗത്തിൽ കാണാം. പിതാവിന്റെ ജനാസ എന്ന് പറയുമ്പോൾ ഈ പിതാവിന്റെ മകൾ ഇവിടെ പൊട്ടിത്തെറിച്ച് കരഞ്ഞു വീഴുമെന്ന് കരുതി അറിയിച്ചവർ പറഞ്ഞു, ഇസ്ബിരി വഹ്തസിബി, ഇവിടെ ക്ഷമിക്കുകയും അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് പ്രതിഫലം കാക്ഷിക്കുകയും ചെയ്യുക. ഈ പ്രഖ്യാപനം പോലും യഥാർത്ഥത്തിൽ ആ സഹോദരിക്ക് ആവശ്യം വന്നില്ല. അല്പം കഴിയുമ്പോൾ ഭർത്താവിന്റെ ജനാസ കാണുകയാണ്, അല്പം കഴിയുമ്പോൾ അതാ മകന്റെ ജനാസ കാണുകയാണ്. ഇങ്ങനെ കാണുന്നിടത്തൊക്കെ വെച്ച് ചോദിക്കുന്നത്, ഐനൽ ഹബീബ്, ഹബീബായ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന ചോദ്യമാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയും വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. എന്റെ ഉപ്പ ഈ ലോകത്ത് നിന്ന് വേർപെട്ടു എന്ന് പറയുന്നല്ലോ. ബേജാറായി കടന്നു വരുമ്പോ അവിടുത്തെ കറാമത്തും റസൂലുള്ളാഹി തങ്ങളുടെ മുഅ്ജിസത്തും ചേർന്ന് അതാ ഉഹദ് രണാങ്കണത്തിൽ ഫാത്തിമ ബീവി ഓടി എത്തിയ മൂലയിൽ വെച്ച് തന്നെ അല്ലാഹുവിന്റെ ഹബീബിനെ കാണുകയാണ്. പിതാവിനെ കണ്ടപാടെ കെട്ടിപ്പിടിച്ച ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അവിടുത്തെ കവിളിൽ നിന്ന് രക്തം ധാരധാരയായി ഒലിച്ചു വരുന്നത് കാണുകയാണ്. ഈ ഭൂമി ലോകത്തേക്ക് ആ രക്തം പതിച്ചാൽ ഇവിടെ കാണുന്ന മുഴുവൻ സമൂഹത്തിനും വരാൻ പോകുന്ന തലമുറയ്ക്കും ആപത്താണെന്ന് മനസ്സിലാക്കി ഉടനെ ആ പ്രവാചക ശ്രേഷ്ഠരുടെ പൊന്നുമകൾ, സമുദായത്തിന്റെയും സമൂഹത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി ദാഹിക്കുന്ന കുടുംബത്തിലെ രാജകുമാരി അതാ ആ രക്തം ഒപ്പിക്കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒപ്പിക്കൊടുക്കുന്ന സമയത്ത് അത് നിൽക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ അവിടെ കിടന്ന ഒരു പഴം പായ, അതേ ദ്രവിച്ചു പോയ ഒരു പായെടുത്ത്, പുല്ലുപായെടുത്ത് കരിച്ച് അതിന്റെ ചാമ്പലെടുത്ത് സൂര്യ തേജസ്സിനെ വെല്ലുന്ന ശോഭയേറിയ അഷ്റഫുൽ ഖൽഖിന്റെ കവിളിലേക്ക് തേച്ചു വെച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് രക്തത്തിന്റെ വരവ് നിർത്തി. ഹബീബായ മുത്ത് റസൂലുള്ളാഹി തങ്ങൾക്ക് മകള് വന്ന് സാന്ത്വനം പകർന്നു കൊടുക്കുന്ന സമയത്ത് തൊട്ടടുത്ത് പിടഞ്ഞു മരിക്കുന്നത് അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു തആല അൻഹുവാണ്. മിനിറ്റുകൾക്ക് മുമ്പ് ശത്രുക്കൾ വളഞ്ഞപ്പോൾ കാലിന്റെ അസ്വസ്ഥതയും കാലിന്റെ പോരായ്മയും ചിന്തിക്കാതെ അവിടുത്തെ ശരീരത്തെ വരിഞ്ഞു മുറുക്കി നിന്ന് അമ്പുകളെ ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങി, കുന്തങ്ങളെ ശരീരത്തിലേക്ക് ഏറ്റുവാങ്ങി അവിടത്തേക്ക് വന്ന ആക്രമണങ്ങളെ സ്വന്തം ശരീരം കൊണ്ട് ഡിഫൻഡ് ചെയ്ത് ഹബീബായ മുത്ത് റസൂലുള്ളാഹി തങ്ങളെ സ്നേഹിച്ച് സംരക്ഷിച്ച് അവസാനം ഒരു സെന്റിമീറ്ററിന്റെ ഡിസ്റ്റൻസ് ഇല്ലാതെ വെരി ഡീപ്പായ വളരെ ആഴത്തിലുള്ള കുഴികൾ കൊണ്ട് നിറഞ്ഞ മുതുകിന്റെ ഉടമ അംർ ഇബ്നുൽ ജമൂഹ് റളിയല്ലാഹു അൻഹു അവിടെ പിടഞ്ഞു മരിച്ച് ഷഹീദാവുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
അത് കണ്ടുകൊണ്ട് ഫാത്തിമ ബീവി അല്ലാഹുവിനെ സ്തുതിച്ച് ഹബീബായ മുത്ത് റസൂലുള്ളാഹി തങ്ങളെ അതാ വളരെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് സ്വഹാബത്ത് മാറ്റിയ പ്രത്യേകമായ രംഗമാണ് ഉഹദ് രണാങ്കണം. ശത്രുക്കൾ വിളിച്ചു പറഞ്ഞു, ആരെയും ഇവിടെ കാണുന്നില്ല, അവരെല്ലാവരും ഇവിടുന്ന് പോയി കഴിഞ്ഞു എന്ന പ്രഖ്യാപനം നടത്തുമ്പോൾ മുഹമ്മദുർ റസൂലുള്ളാഹി എവിടെ എന്ന് ചോദിക്കുന്ന സമയത്ത് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുണ്ട്, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളെ അലി റളിയല്ലാഹു അൻഹു ഉണ്ട്, നേരത്തെ സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ ആ കുടുംബത്തിൽ നിന്ന് വന്ന സഹാബി വനിതയുണ്ട്. അവരെല്ലാവരും കേൾക്ക വിളിച്ചു പറയുമ്പോ മറുപടി പറയാനൊരുങ്ങിയ ഉമറിനെ പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, ഉമറെ പ്രതികരിക്കരുത്, ആരും ശബ്ദിക്കേണ്ടതില്ല, ഇപ്പോൾ പ്രകോപനം ഉണ്ടാക്കേണ്ട സമയമല്ല. അബൂബക്കർ സിദ്ദീഖ് എവിടെ, അബൂബക്കർ എവിടെ, ഉമർ എവിടെ, ഉസ്മാൻ എവിടെ, അലി എവിടെ എന്ന് ചോദിച്ച് ആക്രോശിക്കുന്ന ഖുറൈശി പടയ്ക്ക് മുന്നിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വിളിച്ചു പറയണമെന്നുണ്ട്. ഞങ്ങൾ പരാജയപ്പെട്ടിട്ടില്ല, ഇവിടെ ഉണ്ടെന്ന്. പക്ഷേ പറയാനുള്ള ആ അനുവാദം റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് കിട്ടിയിട്ടില്ല. ആ പ്രത്യേകമായ ഖുറൈശി കുൽസിത നേതൃത്വം, കുപ്രസിദ്ധി ആർജിച്ച നേതൃത്വം രണ്ടാമതോരിയിടുകയാണ്. അവരുടെ റബ്ബ് എവിടെ, ഐന റബ്ബു മുഹമ്മദിൻ, മുഹമ്മദിന്റെ റബ്ബ് എവിടെ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഉമറേ ഇനി നിനക്ക് പ്രതികരിക്കാൻ അനുമതി തന്നിരിക്കുന്നു. നമ്മളെ പറഞ്ഞത് നമ്മൾ വിട്ടു, പക്ഷേ റബ്ബിനെ പറഞ്ഞാൽ സഹിക്കുകയില്ല, വിടുകയില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് ലഹൂ ഹിമമുൻ, വളരെ വ്യക്തമായ ധൈര്യത്തിന്റെ പര്യായം. അതെ, അതിന്റെ ചെറിയ ഉപമ കാലഘട്ടമാണെങ്കിൽ കാലഘട്ടത്തിന്റെ ധൈര്യത്തെ വെല്ലുന്ന റസൂലുള്ളാഹി ആദർശ പോരാട്ടത്തിന്റെ കളരിയിൽ ഏത് പ്രതിസന്ധി മുഖാമുഖം കണ്ടാൽ അവിടെ ധീരമായ നേതൃത്വം നൽകിയ മുഹമ്മദ് മുസ്തഫ പാവപ്പെട്ടവന്റെ അത്താണിയായി, ജാതി മതഭേദമന്യേയുള്ള മനുഷ്യർക്ക് അവലംബമായി, അതുപോലെ ജീവികൾക്ക് സഹജീവികൾക്ക് അവർക്ക് പാനീയവും ഭക്ഷണം കൊടുക്കുന്നവരായി, ലോകത്ത് സ്നേഹലോകം പണിത ചക്രവർത്തിയാണെങ്കിൽ, റഹ്മത്തുൽ ലിൽ ആലമീൻ ആണെങ്കിൽ മുഹമ്മദുർ റസൂലുള്ളാഹ് വല്ലദീന മഅഹു അശിദ്ദാഉ അലൽ കുഫാരി റുഹമാഉ ബൈനഹും. വളരെ വ്യക്തമായി പരിശുദ്ധ ഖുർആൻ പറയുകയാണ്. റബ്ബിനെ ചോദിച്ചപ്പോൾ, റബ്ബിനെ ആക്ഷേപിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിന് പെർമിഷൻ കിട്ടേണ്ട താമസം. ഉമർ റളിയല്ലാഹു അൻഹു വിളിച്ചു പറഞ്ഞു, ഇവിടെ ഉണ്ടടാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇവിടെ ഉണ്ടടാ അബൂബക്കർ സിദ്ദീഖ്, ഇവിടെ ഉണ്ട് ഈ പറയുന്ന ഉമറുൽ ഫാറൂഖ്, ഇവിടെ ഉണ്ട് ഉസ്മാനും അലിയും. ആരും പോയിട്ടില്ല. ഇന്നത്തെ ദിവസം ലാത്തയുടെയും ഉസ്സയുടെയും ദിവസമല്ല, ഇത് യൗമുൽ ഫുർഖാനാണ്, അല്ലാഹുവിന്റെ ദിവസമാണിത്, അല്ലാഹുവിന്റെ ദീനിന്റെ ദിവസമാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളുടെ ഈ പരിശുദ്ധമായ നാളാണ് എന്ന് വ്യക്തമായി പ്രഖ്യാപിച്ചുകൊണ്ട് അന്തിമ വിജയത്തിന്റെ പ്രഖ്യാപനം പേരി മുഴക്കുന്ന സമയത്താണ് ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിന്റെ ഷഹാദത്തും പറഞ്ഞ് അതാ ഒരു സ്വഹാബി ഓടി വരുന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കണം, ആ ഘട്ടത്തിലും വളരെ വ്യക്തമായി നേതൃത്വം നൽകിയ റസൂലുള്ളാഹി തങ്ങളെ പഠിച്ച താജുൽ ഉലമാ പ്രാസ്ഥാനിക സൗദത്തിന് നേരെ കൂരമ്പുകളും ഒളിയമ്പുകളും പ്രത്യക്ഷ പോരാട്ടങ്ങളും കടന്നു വന്നപ്പോ അഹ്ലുസുന്നത്താണ് വലുതെന്നും ചോദിച്ച് ചോദിച്ച് വ്യക്തികളെ പറഞ്ഞ് പ്രസ്ഥാനത്തെ ഇവിടെ നശിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വന്ന ആ മാതൃക അങ്ങ് മദീന മുനവ്വറയിൽ നിന്ന് ഹബീബായ മുത്ത് റസൂലുള്ളാഹി തങ്ങളിൽ നിന്ന് ഉഹദിൽ നിന്ന് പകർത്തിയതാണെന്ന് വ്യക്തമായി മനസ്സിലാക്കുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നാം സദാത്തുക്കളുടെ കൂടെ, ഉലമാഇന്റെ കൂടെ, അഹ്ലുസുന്നത്തിന്റെ പാരമ്പര്യത്തിലായി അടിയുറച്ചു നിൽക്കുക. ഫലസ്തീനിന്റെ മണ്ണിൽ ഇഞ്ചിഞ്ചായി പിടഞ്ഞു വീണ് മരിക്കുന്ന, എരിഞ്ഞ് അമരുന്ന, കൊല ചെയ്യപ്പെടുന്ന, അതിക്രൂരമായി അതാ ഒരു ഒഴിഞ്ഞ പാത്രവുമായി കാത്തു നിൽക്കുമ്പോൾ അവരിലേക്ക് ബോംബിട്ട് നശിപ്പിക്കുന്ന, അവരുടെ പാർപ്പിടങ്ങളെ ചെറിയ കുഞ്ഞുങ്ങളുടെ പുറത്തേക്ക് തള്ളിയിടുന്ന ജൂദായിസത്തിന്റെ കറുത്ത കരങ്ങളെ വളരെ വ്യക്തമായി പ്രാർത്ഥനയുടെ ആയുധം കൊണ്ട് നേരിടാൻ
മഹാനായ താജുൽ ഉലമ എന്ന ധൈര്യം കൊണ്ട് പ്രാർത്ഥിച്ച് അല്ലാഹുവിനോട് കരഞ്ഞ് ദുആഇറത്ത് നേടാൻ, അതുപോലെ അവരെ അവിടെ കൊല ചെയ്യപ്പെടുമ്പോഴും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എരിഞ്ഞമരുന്ന ഒരു ജീവിതത്തിന്റെയും കരിക്കട്ടയാകുന്ന ഒരു കുഞ്ഞിന്റെയും ചുണ്ടുകളിൽ നിന്ന് ഞങ്ങൾ മതം മാറിക്കോളാം, ഞങ്ങൾ നിങ്ങളുടെ ആദർശത്തിലേക്ക് വരാം, വിശ്വാസത്തിലേക്ക് വരാം എന്നിന്ന് വരെ ഒരു കുഞ്ഞു പോലും പറഞ്ഞില്ലെന്ന പാഠം ഇന്ന് ലോകത്തിന് പഠിക്കാനുള്ളതാണ്. നമുക്ക് സംഭവിച്ചു പോയ അപജയങ്ങളുടെ പേരിൽ പരീക്ഷണങ്ങളുടെ പരമ്പര നമ്മെ തേടി വരുന്നുവെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഈ പരീക്ഷണങ്ങളൊന്നും പരീക്ഷണങ്ങളല്ല പ്രിയപ്പെട്ടവരെ. മുൻഗാമികളും നമ്മുടെ മുത്ത് റസൂലുള്ളാഹി തങ്ങളും താജുൽ ഉലമയുടെ പ്രവർത്തന കാലഘട്ടത്തിലും ഒക്കെ അനുഭവിച്ചവർ. അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ ഒഴിച്ച് ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഷഹീദായില്ലേ, മെഹ്റാബിൽ രക്തസാക്ഷിയായില്ലേ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ രക്തസാക്ഷിയായില്ലേ, അലി ഇബ്നു അബീ ത്വാലിബ് രക്തസാക്ഷിയായില്ലേ. പഴയകാല ചരിത്രങ്ങളെ പരിശോധിച്ച് ആവശ്യമില്ലാത്ത ബഹളം വെക്കാൻ നമ്മുടെ പണ്ഡിത സമൂഹം നമുക്ക് അനുമതി തന്നിട്ടില്ല. ഒരു നിരപരാധിയെ കൊല്ലുന്നവൻ ഒരു കൂട്ടം കൊലപാതകം നടത്തിയവനാണെന്ന് വ്യക്തമായി താജുൽ ഉലമയും സുൽത്താനുൽ ഉലമയും നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. റഈസുൽ ഉലമ നമ്മളോടത് പറയാൻ ഈ വേദിയിൽ എത്തിച്ചേരുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഒരു പ്രത്യേകമായ മൈൻഡ് വെച്ച് 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടരുതെന്ന വ്യക്തമായ തത്വം ഈ ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തത് അള്ളാഹുവിന്റെ ദീനാണ്. ഇല്ല, കുറ്റവാളികൾ രക്ഷപ്പെടുകയില്ല. കാലഘട്ടം അതിന് മറുപടി പറയും. ഫറോവമാരെവിടെ, ഹാമാനുമാരെവിടെ? അതുകൊണ്ട് ചരിത്രത്തിൽ മറുപടി ഉണ്ടാകും. അല്ലാഹു തആല ആ ജൂത പരീക്ഷയ്ക്ക് വീടുകളെയും നാടുകളെയും ബൈത്തുൽ മുഖദ്ദസിനെ പോലും ആക്രമിക്കാൻ എത്തുന്നവരെ അല്ലാഹു തടഞ്ഞു നിർത്തട്ടെ. താജുൽ ഉലമയുടെ ബറക്കത്ത് കൊണ്ട് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു ഇസ്സത്ത് നൽകട്ടെ. നമ്മുടെ ഇന്ത്യ രാജ്യത്തും കേരളത്തിലും സമാധാനപൂരിതമായ ഈ സൗഹൃദ അന്തരീക്ഷം നിലനിർത്തി നമുക്ക് നമ്മുടെ ഈമാൻ ഏതറ്റം വരെയും എന്തു പ്രതിസന്ധികളുടെ മുന്നിലും പിടിച്ചു നിൽക്കാനുള്ള ഈമാനും തഖ്വയും അത് കരസ്ഥമാക്കാൻ താജുൽ ഉലമയുടെ വേദി അല്ലാഹു നമുക്ക് ഉപകരിപ്പിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇടവേളയിലുള്ള ഈ സംഭാഷണം തൽക്കാലം ചുരുക്കുന്നു. ദുആ വസിയത്തോടെ. കണ്ണിന് ചെറിയ ഷുഗർ ബാധിച്ച് ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളോട് പ്രത്യേകം ദുആ ഇറക്കാൻ വസിയത്ത് ചെയ്യുന്നു. ഈ കണ്ണട കാണുമ്പോ നിങ്ങൾ പ്രത്യേകം ഒന്നും ചിന്തിക്കണ്ട. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹാന്മാരായ ഒരുപാട് സാദാത്യങ്ങളെ കൊണ്ട് നമ്മുടെ സദസ്സ് അനുഗ്രഹീതമാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് സഅദുദ്ദീൻ തങ്ങൾ വളവട്ടണം, സയ്യിദ് സഅദ് തങ്ങൾ ഇരിക്കൂർ, ശിഹാബുദ്ദീൻ തങ്ങൾ തലക്കി, മാഷൂഖ് തങ്ങൾ, സയ്യിദ് ഐദുറുസ് തങ്ങൾ, സയ്യിദ് അഷ്റഫ് തങ്ങൾ, സയ്യിദ് സൗഫുദ്ദീൻ തങ്ങൾ തുടങ്ങിയ ഒരുപാട് സാദാത്യങ്ങൾ ഇവിടെയുണ്ട്. എല്ലാവർക്കും സന്തോഷം അറിയിക്കുന്നു. അതുപോലെ തന്നെ കർണാടക അർബൻ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാൻ മുസ്തഫ ഹാജി സുള്യ, KPCC കർണാടക ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് മൂസ പൈമ്പച്ചാൽ തുടങ്ങിയ വിശിഷ്ടാതിഥികൾ, അതുപോലെ തന്നെ പ്രൊഫസർ UC അബ്ദുൽ മജീദ്, RP ഹുസൈൻ മാസ്റ്റർ അടക്കമുള്ള പ്രാസ്ഥാനിക നേതാക്കൾ എല്ലാവർക്കും സന്തോഷം അറിയിക്കുന്നു. കർണാടക ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ ബഹുമാന്യരായ സയ്യിദ് ഷറഫ് സാദാത്ത് സയ്യിദ് മുഹമ്മദ് അഷ്റഫ് തങ്ങൾ ആദൂർ സംസാരിക്കുന്നു. ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. രാവിലെ മുതലേ ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ മക്കളുടെ ഒരു വലിയ ജനവ്യൂഹം രാവിലെ മുതലേ ഉണ്ടായിരുന്നു. മദനികൾ, ആ മദനികളെ അഭിമുഖീകരിച്ചുകൊണ്ട് രാവിലെ മുതലേ ഇവിടെ സംസാരിച്ചു തുടങ്ങിയതാണ്. നമ്മുടെ റൂസിന്റെ അന്തിമഘട്ടത്തിലാണ് ഞാൻ ഉള്ളത്. സ്ഥാനവസ്ത്രം വിതരണം കഴിഞ്ഞു.
അവരെ ആശീർവദിക്കാനും സർട്ടിഫിക്കറ്റ് നൽകാനുമായി ബഹുമാനപ്പെട്ട റഈസുൽ ഉലമാ സുലൈമാൻ ഉസ്താദ് തബ്ബലല്ലാഹു ഉംറഹു മഅൽ ആഫിയ ഇവിടെ എത്തിയിട്ടുണ്ട്. മഹാമരകൾ ഇപ്പോൾ അടുത്തെത്തും. അതിനു മുമ്പ് നമ്മുടെ മുഹമ്മദ് കുഞ്ഞ് സഖാഫിയുടെ ഒരു ഭാഷണ മഴ തന്നെ കഴിഞ്ഞു കടന്നു. ഹസനുൽ അഹ്ദൽ തങ്ങൾ എത്തി. അല്ലാഹു അക്ബർ. എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ഉസ്താദുമാരോടും സാധാരണക്കാരോടും നേതാക്കളോടും സാഹിബുൽ ബുറാഖി വ അൽ മദനി ബിരുദം വാങ്ങുന്ന പണ്ഡിതന്മാർ കടന്നു വരും. طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داع أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داع. എല്ലാവരും ഇരിക്കുക. നമ്മുടെ ബിരുദധാരികൾ പ്രത്യേക യൂണിഫോം അണിഞ്ഞ് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എനിക്കൊക്കെ 89 കാലഘട്ടത്തിൽ ഇതുപോലെ കറുത്ത കോട്ടുമായി ഞങ്ങളൊക്കെ മദനി ബിരുദം നേടിയവരാണ്. പക്ഷെ കോട്ടിന് അല്പം ഇറക്കം കൂടുതലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ആ സമയത്ത്. അള്ളാഹു സ്വീകരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ താജുൽ ഉലമാ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ഒരു ശരിയായ കറാമത്ത് എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കാലാവസ്ഥ വളരെ പ്രതികൂലമായിട്ടും നമ്മുടെ ഈ 12ാമത്തെ ഉറൂസ് ആശങ്ക പ്രകടിപ്പിച്ചവരൊക്കെ ഉണ്ട് എങ്ങനെയാകുമെന്ന്. അതൊക്കെ വെട്ടിമാറ്റിക്കൊണ്ട് സർവശക്തനായ റബ്ബ് നമ്മുടെ ശൈഖുനയുടെ ഒരു വലിയ കറാമത്തായി തന്നെ ജനങ്ങൾ ഇവിടെ ഒഴുകി തുടങ്ങി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സദസ്സിനെ സ്വീകരിക്കുമാറാകട്ടെ. ഈ കാര്യങ്ങൾക്ക് വേണ്ടി അഹോരാത്രം പരിശ്രമിക്കുന്നവര്, സാമ്പത്തികമായി സഹായം നൽകുന്നവര്, എല്ലാവിധ സഹായങ്ങളും ചെയ്യുന്ന എല്ലാവർക്കും അല്ലാഹു ഖൈറായ പ്രതിഫലം നൽകട്ടെ. നമ്മുടെ രാഷ്ട്രീയ നേതാക്കള്, നമ്മുടെ MP-മാർ, MLA-മാർ എല്ലാവരും വന്നു. നമ്മുടെ ഉണ്ണിത്താൻ സാർ വന്നുകൊണ്ടിരിക്കുകയാണ്. താജുല്ലമയെ കൂടാതെ ഒരാൾക്കും ഇവിടെ നിലനിൽപ്പില്ല എന്ന് ഈ നിൽക്കുന്ന ജനങ്ങൾ ആകാശത്തിന്റെ താഴെ സാക്ഷി നിർത്തി ഈ അന്തരീക്ഷത്തോട് പറയുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാവിധ കാര്യങ്ങളും അവൻ സ്വീകരിച്ച് അവന്റെ ഒരു സ്വാലിഹായ സൽക്രമമായി ഇതിനെ മാറ്റട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കാസർഗോഡിന്റെ ഈ മണ്ഡലത്തിന്റെ ജനകീയനായ MP ശ്രീമാൻ ഉണ്ണിത്താൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. നിങ്ങളോട് സംസാരിക്കുന്നു. ആദരവോടെ ക്ഷണിക്കുന്നു. അധ്യക്ഷവേദിയിലിരിക്കുന്ന
ബഹുമാന്യരായ മതപണ്ഡിതന്മാർ, മറ്റ് വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ഈ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കുന്ന സ്നേഹനിധികളായ സഹപ്രവർത്തകരെ, ബഹുമാന്യരായ സുഹൃത്തുക്കളെ, ശ്രീ സെയ്ദ് അബ്ദുൾ റഹ്മാൻ അൽ ബുഖാരിയുടെ 12ാമത്തെ ഉറൂസാണ് ഇവിടെ നടക്കുന്നത്. ഞാൻ 2-3 പ്രാവശ്യം ഉറൂസിനോട് വന്നിട്ടുണ്ട്. ആ ഉറൂസിലൊക്കെ അദ്ദേഹത്തിൻ്റെ അവദാനങ്ങളെ വാഴ്ത്തിക്കൊണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്. കേരളത്തിലെ ഒരു ഇസ്ലാമിക മതപണ്ഡിതനായിരുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രസിഡന്റായിരുന്ന ശ്രീ ഉള്ളാളത്തങ്ങൾ എന്ന നാമധേയത്തിൽ അറിയപ്പെടുന്ന അദ്ദേഹം നിഷ്കളങ്കമായ പെരുമാറ്റം കൊണ്ട്, നിസ്വാർത്ഥമായ പ്രവർത്തന ശൈലി കൊണ്ട് ഉലയാത്ത കർമ്മധീരതയുടെ ഉജ്ജ്വല പ്രതീകമായിരുന്നു എന്നുള്ളതാണ് സത്യം. 1950 മുതൽ നമ്മുടെ ഉള്ളാള സയ്യിദ് മദനി കോളേജിന്റെ പ്രിൻസിപ്പലായിരുന്ന അദ്ദേഹം മരിക്കുന്നത് വരെ ആ സ്ഥാനം അലങ്കരിച്ചു എന്നുള്ളതാണ് സത്യം. അപ്പോൾ 1950 മുതൽ 2014 അദ്ദേഹം മരിച്ചത്. 1-ാം തീയതി മരിക്കുന്നവരെ അദ്ദേഹം ആ സ്ഥാനത്ത് തുടർന്നു എന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യപ്പെടാനാകാത്ത നിലയിൽ സമസ്ത വിഭാഗങ്ങളുടെയും ആദരവ് പിടിച്ചുപറ്റിക്കൊണ്ടാണ് ആ സ്ഥാനത്ത് 50 മുതൽ മരിക്കുന്നവരെ അദ്ദേഹത്തിന് തുടരാൻ സാധിച്ചത്. 1971 മുതൽ ഉള്ളാള എന്ന് പറയുന്ന പ്രദേശം അടക്കമുള്ള പ്രദേശങ്ങളുടെ ഖാസിയായി അദ്ദേഹം ഉജ്ജ്വലമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചിരുന്നത്. മാത്രമല്ല, അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ നാനാജാതി മതസ്ഥരും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തെ മുക്തഖണ്ഡമായി പ്രശംസിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. മാത്രമല്ല, സമസ്ത ഏതാണ്ട് 6000-ഓളം അംഗങ്ങൾ, അവിഭക്ത സമസ്തയുടെ 6000-ഓളം അംഗങ്ങൾ വിളിച്ചുകൂട്ടിയ ജനറൽ ബോഡിയിൽ അദ്ദേഹത്തെ പ്രസിഡന്റായി ഏകകണ്ഠമായി തിരഞ്ഞെടുത്തു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അഭിമാനിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. മാത്രമല്ല, അദ്ദേഹം പ്രവാചകനായ മുഹമ്മദ് നബിയുടെയും അതുപോലെ തന്നെ ഖുറാന്റെയും ആ ഖുറാൻ അനുശാസിക്കുന്ന തരത്തിലുള്ളൊരു ജീവിതം നയിച്ച് നമ്മുടെ ഇസ്ലാം സമുദായത്തിൽ വിശ്വസിക്കുന്ന ആളുകളെയും ആ ആളുകൾക്ക് ഖുറാനെ കുറിച്ചും പ്രവാചകനെ കുറിച്ചും സകല പ്രബോധനങ്ങളും നൽകുന്ന ഒരു ബഹുമുഖ പ്രതിഭയായി. നമുക്കറിയാം, അദ്ദേഹത്തെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഖുറാൻ അനുശാസിക്കുന്ന രീതിയിൽ ജീവിതം നയിച്ചു എന്ന് പറയുമ്പോൾ എല്ലാ ജീവജാലങ്ങളോടും, കുഞ്ഞുങ്ങളോടും, സ്ത്രീകളോടും, മറ്റെല്ലാ മതവിഭാഗങ്ങളോടും അദ്ദേഹം കാണിച്ച ഒരു സമന്വയത്തിന്റെ പാത, അദ്ദേഹം കാണിച്ച ഒരു സമവായത്തിന്റെ പാത, ആ പാത അദ്ദേഹത്തിന്റെ ജീവിതത്തെ അനശ്വരമാക്കി എന്ന് വേണം പറയാൻ. ഈ പ്രദേശം എല്ലാ വർഷവും അദ്ദേഹത്തിന്റെ ഉറൂസ് സമുചിതമായി ആഘോഷിക്കുകയും അതുപോലെ തന്നെ എല്ലാവരും അതിൽ പങ്കെടുക്കുകയും ചെയ്യും. അതിന് കാലാവസ്ഥയൊന്നും ഒരു പ്രതികൂലമല്ല. കാരണം ഈ പ്രപഞ്ചം ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തെ അറിയാവുന്നവർ, അദ്ദേഹത്തെ അംഗീകരിച്ചിട്ടുള്ള ആളുകൾ, അവർക്കെല്ലാം ഈ ദിവസം ഇവിടെ ഒത്തുകൂടാതിരിക്കാൻ സാധ്യമല്ല. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിക്കുവാൻ വേണ്ടി മാത്രം ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ഈ ഇവിടെ വന്നിരിക്കുന്ന മുഴുവൻ മതപണ്ഡിതന്മാരോടൊപ്പം അദ്ദേഹത്തിന്റെ ഓർമ്മകൾ അയവിറക്കിക്കൊണ്ട്, അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട്, മരണാനന്തര ജീവിതം, ആ ജീവിതത്തിൽ വിശ്വസിക്കുന്നവരാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അപ്പോ ആ മരണാനന്തര ജീവിതം, സ്വർഗതുല്യമായ ജീവിതം അനുഭവിക്കുന്നുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് ഒരു ഉറുമ്പിനെ പോലും നോവിക്കാതെ
സ്നേഹത്തിൽ മാത്രം അധിഷ്ഠിതമായ ഒരു ജീവിതമാണ് അദ്ദേഹം നയിച്ചത്. സഹജീവികളോട്, സഹപ്രവർത്തകരോട് സഹാനുഭൂതി മാത്രം കാണിച്ചിരുന്ന അദ്ദേഹത്തിന് സർവശക്തനായ പടച്ച തമ്പുരാൻ സ്വർഗമല്ലാതെ മറ്റൊന്നും നൽകില്ല എന്നുള്ള ഉത്തമ വിശ്വാസം എനിക്കുണ്ട്. അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഈ ഉറൂസിൽ നിങ്ങളോടൊപ്പം ഞാനും പങ്കാളിയാകുന്നു എന്നറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. ഉസ്താദ് ഇപ്പൊ പറഞ്ഞത് MP ഫണ്ടിൽ നിന്ന് ഒരു ഐമാസ് ലൈറ്റ് വേണമെന്നാ പറഞ്ഞത്. ഞാൻ 10 ഐമാസ് ലൈറ്റ് കൊടുക്കാം. ഒന്നെന്തിനാ ഒന്നാക്കുന്ന. അപ്പോ എന്തൊക്കെ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ടോ അതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് ഞാൻ മരിക്കുന്നവരെ കൊടുക്കുകയും ചെയ്യും. എനിക്ക് യാതൊരു തർക്കവുമില്ല. അപ്പോൾ ഈ ഹൈമാസ് ലൈറ്റിന്റെ കറണ്ട് ചാർജ് കൊടുക്കുന്നത് പഞ്ചായത്തുകളാണ്, മുനിസിപ്പാലിറ്റികളാണ്. ആ ഒരൊറ്റ കാര്യത്തിൽ മാത്രമേ MP ഫണ്ട് ചെലവാക്കുന്നതിന് പഞ്ചായത്തിന്റെ ഒരു റെസൊല്യൂഷൻ ആവശ്യമുണ്ട്. കാരണം ഞാൻ കൊടുക്കുന്ന എല്ലാ ഹൈമാസ് ലൈറ്റിനും 5 കൊല്ലത്തെ വാറണ്ടിയും ഗ്യാരണ്ടിയും ഉണ്ട്. പഞ്ചായത്ത് പാസ്സാക്കി തരേണ്ട റെസൊല്യൂഷൻ ഇതാണ്: ഈ ലൈറ്റിന്റെ കറണ്ട് ചാർജ് ഞങ്ങൾ അടച്ചോളാം. 5 വർഷത്തെ കാലാവധി, അതായത് വാറണ്ടി പീരീഡ് തീർന്നാൽ ഈ ലൈറ്റിന് എന്തെങ്കിലും പണി വന്നാൽ അതിന്റെ മെയിൻ്റനൻസ് ഞങ്ങൾ നോക്കിക്കോളാം. ഇതാണ് ഈ റെസൊല്യൂഷൻ. ഈ റെസൊല്യൂഷന്റെ കോപ്പിയാണ് ഞാൻ കളക്ടർക്ക് അയച്ചു കൊടുക്കേണ്ടത്. കളക്ടർ അതിനകത്താണ് അഡ്മിനിസ്ട്രേറ്റീവ് സാങ്ഷൻ ഇടുന്നത്. പള്ളങ്കോട് ഉസ്താദിനോട് പറയാം, ഇവിടെ മാത്രമല്ല കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ അനുയായികൾ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എന്തൊക്കെ ആവശ്യമുണ്ടെങ്കിലും ഞാൻ അതുപോലെ ചെയ്തിരിക്കും. മാറ്റമില്ല. താങ്ക് യു. വളരെ നന്ദി ശ്രീ ഉണ്ണിത്താൻ സാറിന്. കേരള മുസ്ലിം ജമാഅത്ത് കാസർഗോഡ് ജില്ലാ അധ്യക്ഷൻ ബഹുമാനപ്പെട്ട സയ്യിദ് ഹസനുൽ ഹദൽ തങ്ങൾ 2 വാക്ക് സംസാരിക്കുന്നു. ആദരവോടെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിൽ ഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി